ആദ്യമായിട്ടൊന്നും ആൾക്കാർ വിചാരിക്കുന്നത് ഇതുവരെ കേട്ട തള്ളാണ് ഏറ്റവും വലിയ തള്ളെന്ന് വിചാരിച്ചിരുന്നു. ഇത് അതിനേക്കാളും വലിയ തള്ളാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ? ഞാൻ തന്നെ എന്നെ ഇടയ്ക്ക് ഉള്ളി നോക്കും. കാരണം എനിക്കെന്നെ പലപ്പോഴും വിശ്വാസം വരാറില്ല. വലിയ വരുമാനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് വിശ്വാസം വരില്ല. അത് തെറ്റൊന്നുമല്ല. എന്താ കാരണം എന്നറിയും? നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ലെവലിൽ നിന്നാ ചിന്തിക്കും. പക്ഷെ ഒന്ന് തുറന്ന മനസ്സോടുകൂടി ചിന്തിച്ചു നോക്കി, ബിസിനസ് മേഖലയിൽ മാസം ലക്ഷക്കണക്കിന് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ? ഇല്ല, ഉണ്ടല്ലോ. അപ്പൊ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അത്രയും വലിയ ടേൺ ഓവർ ആണ് ആ ബിസിനസ്സിൽ നടക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. 8 വർഷങ്ങൾ കൊണ്ട് എന്റെ ബിസിനസ്സിലെ ആ ലെവലിലേക്ക് വലിയ കോടികളുടെ ബിസിനസ് നടക്കുന്ന രീതിയിലേക്ക് ഞാൻ വളർത്തി വലുതാക്കി. അതുകൊണ്ട് മാസം ലക്ഷക്കണക്കിന് രൂപ പ്രോഫിറ്റ് കിട്ടുന്നു. 20,000 രൂപ മാസ ശമ്പളക്കാരൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മാസം ഒരു 13 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള വ്യക്തിയാണ്. വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയും. കാരണം എന്താണെന്നറിയോ? ഗവൺമെന്റിന് നികുതി കൊടുത്തുണ്ടാക്കുന്ന പൈസയാണ്. വരുമാനം, കുടുംബം, അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. ശരിയാണോ അല്ലേ? സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാതിരുന്ന ആളാണ്. ബിഗ് സീറോയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഫാമിലി സർക്കിളിലെ പൂറസ്റ്റ് പേഴ്സൺ ഒരു ലൈൻ ക്വാർട്ടേഴ്സിൽ 5,000 രൂപ റെന്റ് കൊടുത്ത് ഒരു ലൈൻ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇന്ന് കോട്ടയത്ത് 1 രൂപ പോലും ബാങ്ക് ലോൺ ഇല്ലാതെ 1.25 കോടി രൂപയുടെ ഒരു വീടുണ്ടാക്കാൻ പറ്റും. സ്വന്തമായിട്ടൊരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന, അതുപോലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിന് ഇങ്ങോട്ട് വന്നത് ക്രേസി റിച്ച് പീപ്പിൾ, സമ്പന്നരായ ഡ്രൈവിംഗിന് ക്രേസ് ഉള്ള ആൾക്കാർ മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന ഒരു വാഹനമുണ്ട്, BMW. 75 ലക്ഷം രൂപ വരുന്ന വണ്ടികളാണ് ഞാൻ ഇവിടെ വന്നത്. ഓണർ രാജേഷ് കുമാർ. ഹലോ. ഇൻ ജസ്റ്റ് 8 years എന്തുകൊണ്ട് സാധിച്ചു എന്ന് വെച്ചാൽ 2 കാരണങ്ങളുണ്ട്. 2 കാരണങ്ങൾ. ഒന്ന്, ഞാൻ അത്യാവശ്യക്കാരനാണ്. എനിക്ക് എന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. വേറെ ഓപ്ഷൻ എന്റെ മുമ്പിലില്ല. അത്യാവശ്യക്കാരനാണ്. ഓപ്പർച്യൂണിറ്റി കിട്ടി, ഒന്നും നോക്കിയില്ല, കണ്ണും കൂട്ടി ചാടി ചെയ്തു. 2, ഈ രീതിയിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് മാറ്റങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയതും. ആൻഡ് അത് മാത്രമല്ല, അസോസിയേറ്റ് ചെയ്തത് ദ ബെസ്റ്റ് ടീം ഇൻ ഇൻഡസ്ട്രി, ടീം ജീവാനന്ദ് എന്ന് പറയുന്ന. സോ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്റെ ചോദ്യം ആദ്യമായിട്ട് വന്ന ആൾക്കാരോട്, നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി വേണോ വേണ്ടേ എന്നുള്ളത്. 2014 ജനുവരി മാസത്തിൽ തുടങ്ങിയ കമ്പനിയാണ് ഇൻഡസ്ട്രി. 10 വർഷങ്ങൾ കഴിഞ്ഞ് 11 വർഷത്തെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഈ 11 വർഷ കാലയളവ് കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ ഈ കമ്പനി ഓൾറെഡി ഉണ്ടാക്കി. ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കാണുന്ന പ്രൊഡക്റ്റുകൾ റെഗുലർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോ അതിന്റെ അർത്ഥം പ്രൊഡക്റ്റിന് ആവശ്യക്കാരുണ്ട്, ഓപ്പർച്യൂണിറ്റിക്ക് ആവശ്യക്കാരുണ്ട്. ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകൾ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തില്ല എന്ന് കരുതിയിട്ട് ഈ ബിസിനസ് നിന്ന് പോകും. ഇല്ല, നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ഫാമിലിയെ സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ മുമ്പിൽ മറ്റെന്തോ ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തത്, പ്ലാൻ പ്രസന്റ് ചെയ്ത സമയത്ത് ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ടാവും തുടക്കത്തിൽ, അല്ലേ? ശ്രദ്ധിച്ചായിരുന്നു? അത് ഇൻഡസ്ട്രിയുടെ ഗ്രാഫ് അല്ല. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ മുണ്ടേർ സിംഗ് അലുവാലിയ അദ്ദേഹം പഠിച്ച് ഡിസൈൻ ചെയ്ത ഒരു സർവേ റിപ്പോർട്ടാണ്. ഇന്ത്യ മഹാരാജ്യത്തുള്ള ദരിദ്രനും മിഡിൽ ക്ലാസിനും സമ്പന്നനും അതിസമ്പന്നനും ഒക്കെ ബാധകമാണ്. ഈ പറഞ്ഞ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും ബാധകമാണ്. എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ അത് മുഴുവനായിട്ട് പറയില്ല, 1-2 പോയിന്റ് മാത്രം അതിനെ റിലേറ്റ് ചെയ്ത് എനിക്ക് പറയണം. ഇവിടെ 1980s, 1980 കാലഘട്ടങ്ങളിൽ ജനിച്ച എത്ര പേരുണ്ട് ഇതിനകത്ത്? 80 അതിന് മുമ്പോ? 1980 അല്ലെങ്കിൽ അതിന് മുമ്പ് ജനിച്ച ആളുകൾ. ഈ വണ്ടി 1980 മോഡലാണ്.
കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലെ. 1980 കാലഘട്ടങ്ങളിൽ 1000 രൂപ എന്ന് പറയുന്നത് ഒരു ഗസറ്റഡ് ഓഫീസറുടെ ടേക്ക് ഹോം സാലറിയാണ് അല്ലെ. അന്ന് ഒരു മാസം ഒരു നല്ല രീതിയിൽ ജീവിതം ഒരു കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ 1000 രൂപ മാസം വേണമായിരുന്നു. 2000 ആയപ്പോ അത് 10,000 ആയി. 2020 അറ്റ് പ്രസന്റ് 1,00,000 രൂപ വേണം അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ. ആണോ അല്ലേ? ഇതൊരു വാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും 2040 എന്ന് പറയുന്ന വർഷം വരും. ശരിയാണോ അല്ലേ? ചിലപ്പോ ചില ആൾക്കാർക്ക് ഒരു സമാധാനം ഉണ്ടാവും. 2040 ഞാൻ ഉണ്ടാവില്ലല്ലോ, ഒരു പ്രശ്നമില്ല. ഞാനില്ലെങ്കിലും എന്റെ വീട്ടുകാരുണ്ടാവും, അവർ ഫേസ് ചെയ്തിരുന്നു. 2040 ജീവിക്കണമെങ്കിൽ ഒരു മാസം 10,00,000 രൂപ വേണ്ടിവരും. ഇത് ഉൾക്കൊള്ളാൻ എത്ര ആളുകൾക്ക് പറ്റും? പറ്റുന്നില്ല എങ്കിൽ ഒന്ന് പുറകോട്ട് ചിന്തിക്കുക. ഈ സമയം, ഈ ഒരു കാലഘട്ടം 1,00,000 രൂപയോളം വേണം. വേണോ വേണ്ടേ? വേണമല്ലോ. 2000-കളിൽ 10,000 രൂപ ചെലവ് വന്ന സമയത്ത് നമ്മളോട് പറയാണ് 2020 ആകുമ്പോൾ 1,00,000 വരും എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ഇല്ല. 2020 1,00,000 ആയി. 80-കളിൽ 1000 രൂപ മതിയായിരുന്ന സമയത്ത് 2000-കളിൽ 10,000 രൂപ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നോ? പക്ഷേ വന്നു. ശരിയാണോ അല്ലേ? 2040 ആകുമ്പോൾ 10,00,000 ആവും.